ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദിനം കൂടിയാണ്. അതായത് നമ്മൾ ഒരുപക്ഷെ 24-ലൂടെയൊക്കെ തന്നെ 24-ന്റെയൊക്കെ സഹായത്തോടെ ഒരുപാട് മാധ്യമങ്ങളുടെ സഹായത്തോടെ ലോകമെമ്പാടുള്ള മലയാളികൾ ചേർന്ന് ഒരു 34 കോടി രൂപ നമ്മൾ സമാഹരിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ്? പുഷ്പം പോലെയാണ് 34 കോടി രൂപ. 10 ദിവസം മാത്രം ബാക്കി നിൽക്കുക. അതായത് പറഞ്ഞു വരുന്നത് അബ്ദുൾ റഹീം എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശിയെ കുറിച്ചാണ്. പക്ഷേ കഴിഞ്ഞ കുറെ വർഷങ്ങളായി സൗദിയിലെ ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ മോചനത്തിനായി 34 കോടി രൂപ സമാഹരിക്കാൻ 10 ദിവസം മാത്രം ബാക്കിയിരിക്കെ 7 ദിവസം കൊണ്ട് വളരെ കൂളായി നമ്മുടെ മലയാളികളെല്ലാം ചേർന്ന് ആ തുക സമാഹരിച്ചിരുന്നു. ആ സമയത്ത് ആ വലിയ ക്രൗഡ് ഫണ്ടിങ്ങിന്റെ ഭാഗമാകാൻ 24-നും കഴിഞ്ഞിരുന്നു. 24-ലൂടെ ആ രീതിയിലുള്ള വാർത്തകൾ തരികയും അതിന് കൃത്യമായി പ്രേക്ഷകർ മറുപടി നൽകുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ വാർത്ത അപ്ഡേഷൻ എന്ന് പറയുന്നത് അബ്ദുൾ റഹീമിന്റെ കേസ് ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. ജയിൽ മോചനത്തിനുള്ള ഉത്തരവ് ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ, നമ്മുടെയും പ്രതീക്ഷ. ജയിൽ മോചനത്തിനായുള്ള കാത്തിരിപ്പിലാണ് അബ്ദുൾ റഹീമിനോടൊപ്പം കുടുംബവും ലോകമെമ്പാടുമുള്ള മലയാളികളും. കഴിഞ്ഞ നവംബർ 17-ന് അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദിലെ ക്രിമിനൽ കോടതി പരിഗണിച്ചിരുന്നുവെങ്കിലും അന്തിമ വിധി പറയുന്നത് ഡിസംബർ 8-ലേക്ക് നീട്ടിവെക്കുകയായിരുന്നു. ഇന്ന് കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിനുള്ള ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ജൂലൈ 2-ന് വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാക്കാത്തതിനാലാണ് ജയിൽ മോചനം നീണ്ടുപോയത്. ഇന്ന് ജയിൽ മോചന ഉത്തരവുണ്ടായാൽ അത് മേൽക്കോടതിയും ഗവർണറേറ്റും അംഗീകരിക്കേണ്ടതുണ്ട്. ഇതിനുശേഷമാകും അബ്ദുൾ റഹീം ജയിൽ മോചിതരാകുന്നതും നാട്ടിലേക്ക് മടങ്ങുന്നതും. നാട്ടിലേക്ക് കയറ്റിവിടാനുള്ള യാത്രാരേഖകളെല്ലാം റിയാദിലെ ഇന്ത്യൻ എംബസി തയ്യാറാക്കിയിട്ടുണ്ട്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞ 18 വർഷത്തോളമായി ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീം. ദിയാധനമായ 15 മില്യൺ റിയാൽ മലയാളികൾ സ്വരൂപിച്ച് മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് കൈമാറിയതോടെയാണ് വധശിക്ഷ റദ്ദാക്കിയത്. ഇനി ജയിൽ മോചനത്തിനുള്ള കാത്തിരിപ്പിലാണ്. 24 ജിദ്ദ. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ, 6ാം വാർഷിക നിറവിൽ 24. അപ്പോൾ ആ മോചനം, ആ വാർത്ത, നമ്മൾ കാത്തിരിക്കുന്ന വാർത്ത അതിന്നുണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലേ?